ഇതാണ് എൻ്റെ ജേർണൽസ്. ഞാൻ ഇത്രയും വർഷമായിട്ട് എന്നെ തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ ജേർണൽസിൽ ഇതൊക്കെയാണ് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. അവിടെ ഇതെല്ലാം എഴുതി ചെറുപാക്കി വെച്ചിരിക്കുന്ന ഐറ്റംസ് കണ്ട. ഹൈ 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 ഹൈ. നമ്മളിൽ പല ആൾക്കാരും വളരെ ബിസി ലൈഫ് സ്റ്റൈലാണ്, ഹെക്റ്റിക്കാണ്. അപ്പോൾ ഒന്ന് ഓക്കെ ആകാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ലെഷർ ടൈമിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണത് എന്താ? ഒന്നെങ്കിൽ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യും, അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സ്. ഇത്രയും ഇൻഫർമേഷൻ, ഇത്രയും പ്രോഗ്രാംസ് ഇങ്ങനെ നമ്മൾക്ക് ബിസി ആക്കി വെക്കാൻ അത്രയും പാർഡായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ്, സെൽഫ് ഗ്രോത്തിനും കൂടെ നോക്കുമ്പോൾ ബാക്കിയുള്ളവർ എന്ത് പറയും, അവരുടെ ലൈഫ് എങ്ങനെ ഇമ്പ്രൂവ് ആവും, അവരെന്തൊക്കെ ചെയ്തിട്ട് ഇമ്പ്രൂവ് ആയി ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും നമ്മൾ ആസ് എ പേഴ്സൺ എന്നുള്ള രീതി നമുക്ക് നമ്മളുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്, നമ്മളുടെ മൈൻഡ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഇന്നർ സെൽഫ് അല്ലെങ്കിൽ അതിനെന്താണ് നമ്മളുടെ അടുത്ത് പറയാനുള്ളത്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളതെന്ന് നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുക പോലും ഇല്ല, മറന്നു പോകുന്നൊരു കാര്യം. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല, അത് നമുക്ക് മനസ്സിലാക്കിയല്ലോ. പക്ഷെ നമ്മളുടെ ഇമോഷൻസും നമ്മൾ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന എക്സ്പ്രഷൻസോ എന്തായിക്കോട്ടെ, വിഷമങ്ങളായിക്കോട്ടെ, സന്തോഷങ്ങളായിക്കോട്ടെ, നിങ്ങൾക്ക് മറ്റൊരാൾക്ക് പറയാൻ കുറച്ച് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ അത് പറഞ്ഞിരുന്നത് വിചാരിക്കും ഭയങ്കര ജഡ്ജ്മെൻറ്റ്സിലാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഉറപ്പായിട്ടും യു ക്യാൻ ട്രസ്റ്റ് യുവർ ജേർണൽ. ഞാൻ നോർമലി പണ്ട് തൊട്ടേ ഡയറി എഴുതിക്കൊണ്ടിരുന്ന ഒരാളാണ്. ഇതൊന്നും എൻ്റെ ഒരു ചെറുതല തൊട്ടാൽ ഞാൻ എല്ലാ ഡയറികളിലും ഞാൻ ഡേ ടു ഡേ ഇവൻറ്റ്സ്, നമുക്ക് ലൈഫിൽ നടന്നിട്ടുള്ള കുഞ്ഞു കാര്യങ്ങളെല്ലാം ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കും. പക്ഷേ ജേർണലിംഗ് എന്ന് പറയുന്നത് സംതിങ് ഡിഫറെൻറ്റ്. നമുക്ക് ഡേ ടു ഡേ ഇവൻറ്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ എന്ത് പഠിച്ചു, അല്ലെങ്കിൽ നമ്മളുടെ ഇമോഷൻസ് എന്താണ്, എക്സ്പ്രഷൻസ് എന്താണെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മളുടെ അടുത്ത് തന്നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു ടൈം ആയിരിക്കണം നമ്മുടെ ജേർണലിംഗ് ടൈം എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്പെഷ്യലായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. എനിക്ക് കുറച്ച് എഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്റ്റൈലുണ്ട്, കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. പക്ഷെ ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് വർക്കൗട്ട് ചെയ്ത് ഈ ഒരു രീതി ചെയ്യുമ്പോഴത്തേക്കാണ് എനിക്ക് കുറച്ചും കൂടെ എൻ്റെ ഗോൾസിലോട്ട് എത്തിപ്പെടാൻ ഭയങ്കര സപ്പോർട്ട് അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുള്ള കുറച്ച് സ്റ്റെപ്സ് ആട്ടോ. പിന്നെ ഞാൻ 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇമോഷൻസ്, സെക്കൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്, ഗോൾസ്, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്. ഈ ഒരു പാറ്റേണിലാണ് ഞാൻ എൻ്റെ ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഹലോ യൂണിവേഴ്സ് എന്നോ ഹലോ ഹയർ സെൽഫ് എന്നോ എന്ത് വേണമെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങളിപ്പം നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദൈവത്തിലോട്ടാണ് ഇത് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തൊക്കെയാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ പേരോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എത്താം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ ഇമോഷൻസ് പറയുന്നത്, നിങ്ങൾ ഡംപ് യുവർ തോട്ട്സ്. നിങ്ങൾ വളരെ ട്രാൻസ്പാരൻ്റ് ആയിട്ട് ഇരിക്കുക. കാരണം ഈ ഒരു സ്പേസിനാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് എന്താ പറയാനുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ അടുത്ത് എന്താ പറയാനുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ടൈമാണ്. അതെന്ത് വന്നാലും അതിനെ അവിടെ സ്റ്റോപ്പ് ചെയ്യരുത്. ലെറ്റ് ഇറ്റ് ഫ്ലോ എന്നുള്ള രീതിയിൽ എന്ത് വന്നാലും ഒന്ന് എഴുതുക. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ്. ഇപ്പോൾ ലൈഫിൽ കിട്ടിയിട്ടുള്ള ഏതൊരു കാര്യത്തിനും ബി ഗ്രേറ്റ്ഫുൾ. നിങ്ങൾ ഒരുപാട് ലൈഫിൽ ചേഞ്ചസ് കാണാൻ പറ്റും. ഞാൻ ഏറ്റവും കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്ത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിക്കുന്ന ഫുഡിന് ഭയങ്കര ഗ്രേറ്റ്ഫുൾ. നിങ്ങളുടെ ലൈഫിൽ എന്തൊരു കാര്യം കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു കാര്യങ്ങൾ വന്നതിന് ശേഷം നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം, അത് പാസ്റ്റ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇപ്പോൾ കയ്യിലുള്ളതായിക്കോട്ടെ, മെറ്റീരിയലിസ്റ്റിക് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതിന് ബി ഗ്രേറ്റ്ഫുൾ. അത് മസ്റ്റായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ബാക്കി ഒരു സ്റ്റെപ്സ് ഫോളോ ചെയ്തില്ലെങ്കിലും സീ ദാറ്റ് യു പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. തേർഡ് എന്ന് പറയുന്നതാണ് ഗോൾസ്. സാധാരണ എല്ലാവരും ഒരു 1 year ഗോൾ സെറ്റ് ചെയ്യും. പക്ഷെ ഞാൻ കൂടുതൽ കുഞ്ഞു ഗോൾസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതായത് നിങ്ങളുടെ ലൈഫിൽ ഇമ്പ്രൂവ് ചെയ്യണമെന്നുള്ള 3 കാര്യങ്ങൾ എടുക്കാം. മേ ബി നിങ്ങളുടെ ഫിറ്റ്നസ് ആയിരിക്കാം, നിങ്ങളുടെ കരിയർ ആയിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഏതെങ്കിലും 3 കാര്യങ്ങൾ. അത് ഇറ്റ്സ് അപ് ടു യു. അത് എഴുതിയിട്ട് അതിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യാൻ, ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാൻ. ഓൾറെഡി അത് തന്ന് നിങ്ങൾ യു ആർ ഹാവിങ് ദാറ്റ്, ആ ഇമോഷൻസ് ഫീൽ ചെയ്തിട്ട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാം. അതേപോലെ തന്നെ ഈ ഒരു ഏരിയസിൽ നിങ്ങൾ ഓൾറെഡി അച്ചീവ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്തിട്ട് വേണം അടുത്ത ഗോൾസിലോട്ട് പോകാൻ. ഓക്കെ, അത് നിങ്ങൾക്ക് എഴുതി വരുമ്പോൾ മനസ്സിലാവും. പിന്നെ അടുത്തതായിട്ടുള്ള സ്റ്റെപ്പാണ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്, വിച്ച് ഈസ് വെരി 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 ഹൈലൈറ്റ് ചെയ്യുക. വെരി 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 ഇമ്പോർട്ടൻറ്റ് എന്നതൊരു കാര്യം. നമുക്ക് മനസ്സിൽ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കാണും, എന്താ ഇതിന് വേണ്ടിയിട്ടൊരു സൊല്യൂഷൻ വേണം, അല്ലെങ്കിൽ ഗിവ് മീ ആൻ ആൻസർ ഫോർ ദിസ് എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കാണുമല്ലോ. ഇതെങ്ങനെ നമുക്ക് വർക്കൗട്ട് ചെയ്താൽ കിട്ടും? ഒരു മടിയും കൂടാതെ നിങ്ങൾ അതിന് ചോദിക്കുക, ക്വസ്റ്റ്യൻ ചോദിക്കുക.
ഇതിന് വേണ്ടിയിട്ട് എനിക്കൊരു വഴി കാട്ടിത്തരണം, ഇല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിന് ഡാഷിന് വേണ്ടിയിട്ട് എനിക്കൊരു ഒരു സൊല്യൂഷൻ കണ്ടെത്തി തരണം, അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിൽ നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കുക. നിങ്ങൾക്ക് അപ്പം കിട്ടത്തില്ല, പക്ഷെ ഗ്രാജുവലി നിങ്ങൾ പോലും മറന്നിട്ടുണ്ടാകും. അപ്പോൾ ദ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് ആൻസർ കിട്ടും. അടുത്തതാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് റൈറ്റിംഗ്. കുറച്ച് പേർക്കെങ്കിലും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു മെത്തേഡ് നമ്മളുടെ പണ്ടത്തെ ഓതേഴ്സ് തൊട്ടേ റൈറ്റേഴ്സ് ആയിക്കോട്ടെ, ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ, അവർക്കൊരു ഐഡിയ ഇല്ല, ഇനി എന്താണ് നമുക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ലല്ലോ, എന്ത് ചെയ്യും എന്ന് ഭയങ്കര പെർപ്ലെക്സ്ഡ് ആയിട്ടിരിക്കുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ബെസ്റ്റ് മെത്തേഡാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് റൈറ്റിംഗ്. ഇത് മോർണിംഗ് ചെയ്യാനാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള, കുറച്ച് മൈൻഡ് റിലാക്സ്ഡ് ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്, എനിക്ക് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു വേ പറയാം. ഇത് ഞാൻ എഴുതി എനിക്ക് ഞാൻ പോലും അറിയാത്ത കുറച്ച് കാര്യങ്ങൾ. ഇത് ചെയ്യുന്നതിൻ്റെ റീസൺ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിലുള്ളൊരു ആർട്ടിസ്റ്റിക് സെൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, നിങ്ങൾക്ക് എത്രമാത്രം പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് ഈ ഒരു ഒറ്റ മെത്തേഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പറയുന്നത് ചുമ്മാതല്ല കേട്ടോ, ഞാൻ എന്ത് സംഭവം ഞാൻ കാണിക്കുന്നില്ല, ഇത് ഞാൻ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാൻ ആലോചിച്ചു അത് എന്തൊക്കെ എഴുതിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആലോചിച്ചു ഈ ഒരു സംഭവത്തിന് എനിക്ക് എന്തൊക്കെ ഐഡിയാസ് വരും, അല്ലെങ്കിൽ ഇതിനൊരു സൊല്യൂഷൻ വേണമല്ലോ. അപ്പോൾ പേനയും പേപ്പറും കൊടുത്തു, ആ ഒരു ഹെഡിങ് ഞാൻ കൊടുത്തു, എഴുതാൻ തുടങ്ങി. നമ്മളാ ഈ മൈൻഡിലൊക്കെ ഇരുന്ന് ഇത് അടുത്ത പോയിട്ട് ഇത് ഇങ്ങനെ നമ്മൾ ഈ ടീച്ചർമാരിങ്ങനെ റിസൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എഴുതൂലേ, ഇങ്ങനെ അവർ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞു തന്നിട്ട് ആൻസേഴ്സ് നമ്മൾ പറഞ്ഞു തരത്തില്ലേ, അതേപോലെ ഞാനിരുന്ന് എഴുതാൻ തുടങ്ങി. ഒരു പേജൊന്നും പറഞ്ഞ 1 2 ഇത്ര പേജ് ഇരുന്ന് ഞാൻ എഴുതി. അത്രയും പേജസ് ഞാൻ എഴുതി. ഞാൻ തന്നെ ആലോചിച്ചു, എൻ്റെ മൈൻഡ് ഇത്രയൊക്കെ ഐഡിയാസ് ഉണ്ടായിരുന്നു ഇത് റിലേറ്റഡ് ആയിട്ടുള്ളതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ സ്റ്റക്കാണോ, ഐഡിയാസ് ഒന്നും കിട്ടുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ പ്ലീസ് ഗിവ് ഇറ്റ് എ ട്രൈ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കും. ജേർണലിംഗ് ഒരു റുട്ടീൻ ആക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈല് ജേർണലിംഗ് ഇല്ലാതെ നിങ്ങൾക്ക് പറ്റില്ല എന്നുള്ള രീതിയിലോട്ടുള്ള ഒരു ഹാബിറ്റ് ആക്കി കൊണ്ടുവരാം. ഞാൻ മോസ്റ്റ്ലി കിടക്കുന്നതിന് മുന്നേ ആട്ടോ, അപ്പോൾ കുറച്ചും കൂടെ നമുക്കൊന്ന് റിലാക്സ്ഡ് ആയിട്ട് എഴുതാൻ പറ്റും. അതേപോലെ തന്നെ ഈ ജേർണലിംഗ് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഏത് കാര്യത്തിലാണെന്നോ, സെൽഫ് റിഫ്ലക്ഷൻ. പണ്ടത്തെ എൻ്റെ എഴുതിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഞാൻ എടുത്ത് നോക്കും. അതിന് ഞാൻ ഇപ്പോൾ എന്തിനാണോ ഗ്രേറ്റ്ഫുൾ ആകുന്നതെന്ന് ഞാൻ നോക്കും. ഞാൻ പണ്ടൊക്കെ ആലോചിച്ചിട്ട് ഇത് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്ത പല കാര്യങ്ങൾക്കും എനിക്ക് ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട്, ഈ ഒരു 4 വർഷം മുന്നേ എഴുതിയ ആളെയല്ല ഞാൻ എത്രമാത്രം മാറിയിട്ടുണ്ട്, ഞാൻ എത്രമാത്രം ഗ്രോത്ത് എത്തിയിട്ടുണ്ട്, ഞാൻ എത്രമാത്രം ഇമ്പ്രൂവ് ആയിന്ന് നമുക്ക് ഒരു കേസ് സ്റ്റഡി പോലെ വെക്കാൻ പറ്റുന്നല്ലോ കാര്യമാണ് നമ്മളെ ജേർണലിംഗ്. നമ്മുടെ ഫോട്ടോസ് ആയിക്കോട്ടെ, നമ്മുടെ വീഡിയോസ് ആയിക്കോട്ടെ, അതെല്ലാം നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് അല്ലെങ്കിൽ ആ ഒരു രീതി മാത്രമേ നമുക്ക് അല്ലെങ്കിൽ മെമ്മറീസിലോട്ട് നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, പക്ഷേ ഒരു സെൽഫ് ഗ്രോത്ത് അല്ലെങ്കിൽ നിങ്ങൾ എത്രമാത്രം മാറിയിട്ടുണ്ട്, ഒരു സെൽഫ് ഇംപ്രൂവ്മെന്റ്, സെൽഫ് റിഫ്ലക്ഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഇന്നർ സെൽഫിനെ മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും ഒരു മെത്തേഡ്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമായിരിക്കും നിങ്ങൾക്ക് ജേർണലിംഗ്. ജേർണലിൻ്റെ ഒരു അവസാനം വരുമ്പോൾ ഞാൻ ചോദിക്കുന്ന ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു പ്രോംപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെ പറ്റിയിട്ട് വാട്ട് ഡിഡ് ഐ ലേൺ അബൌട്ട് മൈ സെൽഫ് ടുഡേ എന്നുള്ളൊരു പ്രോംപ്റ്റ് അവിടെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ യൂസ് ചെയ്യുക. ഈ ഒരു പ്രോംപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, നമ്മൾ ഇത്രയും സ്റ്റെപ്സ് പറഞ്ഞല്ലോ. നമ്മൾ ആദ്യമേ പറഞ്ഞു ഇമോഷൻസ്, ഗ്രാറ്റിറ്റ്യൂഡ്, ഗോൾസ്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ഇതിൻ്റെ എല്ലാം കൂടെ ഉള്ളൊരു ഹോൾ ആയിട്ടുള്ള ആൻസറാണ് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ചോദിക്കുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു 1% ഓഫ് സെൽഫ് ഇംപ്രൂവ്മെൻ്റ് ആയിക്കോട്ടെ, സെൽഫ് റിഫ്ലക്ഷൻ ആയിക്കോട്ടെ, ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ജേർണലിംഗ് കൊണ്ട് എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്, ബെനിഫിഷ്യലാണെന്ന് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ട്, എൻ്റെ റൈറ്റിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഇപ്പോൾ പുതിയ വേർഡ്സ് കണ്ടുപിടിച്ചിട്ട് ഇൻക്ലൂഡ് ചെയ്യുക, അതിന് വെച്ചിട്ടൊരു സെൻറ്റൻസ്. ഇപ്പോൾ എനിക്ക് ഡെയിലി ലൈഫിൽ ഒരു കാര്യം എടുത്തിട്ട് അതിൽ ആ വേർഡ് ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതുമ്പോഴത്തേക്കും നമ്മളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആകും, നമ്മുടെ റൈറ്റിംഗ് സ്കിൽ ഇമ്പ്രൂവ് ആകും, കുറേ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഭയങ്കര ഫാൻസി ആയിട്ടുള്ള ജേർണൽസ് ഒക്കെ കാണുന്നുണ്ട്, സ്റ്റിക്കേഴ്സൊക്കെ വെച്ച് ഭയങ്കര ഒട്ടിച്ച് ഭയങ്കര ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ഭയങ്കര അടിപൊളിയായിട്ട് കാണിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ എനിക്കങ്ങനെ ഫാൻസി ആക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണ്, വളരെ റിയൽ ആയിട്ട് വെക്കാനാണ്. ഞാൻ എന്താണോ എൻ്റെ ജേർണൽ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കണം ദിസ് ഇസ് മീ. നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങൾക്ക് ജേർണൽസ് എല്ലാം സ്റ്റിക്കേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാണ് ഫ്രീ ടു ഡൂ ദിസ്.
തന്നെ പല ആൾക്കാരും ഡിജിറ്റൽ ജേർണൽ കീപ്പ് ചെയ്യുന്നതെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് നമ്മൾ ആ പേപ്പർ ഫീൽ ചെയ്ത് നമ്മുടെ പെയിൻ, നമ്മുടെ ആ സെൻസറി സംഭവങ്ങളൊക്കെ ഉണർന്ന് നമുക്ക് എല്ലാം വളരെ തൊട്ടറിഞ്ഞ് എഴുതുന്നതാണ് എനിക്കിഷ്ടം. ആയിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെനിഫിഷ്യൽ ആകുക. നിങ്ങളുടെ ഒരു ഇമോഷണൽ വെൽബീയിങ്ങിന്, ഒരു മെൻ്റൽ ഹെൽത്തും എക്സ്പ്രസ് ചെയ്യാൻ കുറച്ചുകൂടെ ഒക്കെ ആയിട്ടുള്ളൊരു രീതി ഞാൻ പറയുന്നത് നമ്മുടെ ട്രഡീഷണൽ രീതിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങളുടെ ജേർണൽ ആരെങ്കിലും കാണുന്ന രീതി അവിടെ ഇവിടെ വെക്കരുത്. കീപ് ഇറ്റ് പ്രൈവറ്റ്. നിങ്ങളുടെ മാത്രമാണ്, നിങ്ങൾ എന്താണെന്ന് നിങ്ങളുടെ ജേർണലിൽ അറിയണം. ഓക്കെ, അത് നിങ്ങൾ വളരെ ഒരു പ്രിവസിയാണ് നിങ്ങളുടെ. അത് ആരും കാണത്തക്ക രീതിയിൽ അവിടെ ഇവിടെ കൊണ്ട് കളയരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങളുടെ കീപ്പ് ചെയ്യുന്ന രീതിയിൽ മാത്രം നിങ്ങൾക്കൊരു ലോക്ക് എനിക്കൊക്കെ ആവശ്യമുള്ള അങ്ങനെ നിങ്ങൾക്ക് യൂസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ജേർണൽ ചെയ്തതിന് ശേഷം എനിക്ക് ബെനിഫിഷ്യൽ ആണെന്ന് തോന്നിയിട്ടുള്ളത്. എനിക്ക് ഗോൾസ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്തത് കൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉറപ്പായിട്ട് എനിക്ക് ഒരുപാട് നല്ല നല്ല ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ത്രൂ മൈ ജേർണൽ. എനിക്ക് കുറേ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ കുറച്ച് ക്വാളിറ്റീസ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. എൻ്റെ ഗുഡ് ക്വാളിറ്റീസ് ഏതാണ്, ബാഡ് ക്വാളിറ്റീസ് ഏതാണ്, ഏത് ഏരിയയിലാണ് ഞാൻ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാക്കാൻ പറ്റി ജേർണലിലൂടെ. അതേപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഗോൾസ് അച്ചീവ് ചെയ്യാനും കുറേ സെൽഫ് ഇംപ്രൂവ് ആകാൻ പറ്റി എനിക്ക്. അപ്പോൾ നിങ്ങളും ഈ ഒരു ജേർണൽ നമ്മൾ വിചാരിക്കും ഒരു പേപ്പർ എടുത്ത് ദിവസം എഴുതിയ പോലെ മതി. എഴുതി നിങ്ങൾ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കും ഓക്കെ ഞാനെന്ന് പറയുന്നത് വ്യക്തി ഒരു ജോലിയോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു വർക്കോ അല്ലെങ്കിൽ നമ്മൾ ക്യാരി ചെയ്യുന്ന സാധനത്തേക്ക് ഉള്ളെന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, ആ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ആരാണെന്ന് മനസ്സിലാക്കാൻ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു മെത്തേഡായിരിക്കും നിങ്ങൾ ജേർണൽ ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതേപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസായിട്ട് ഇനിയും അടുത്ത ഒരു വീഡിയോയിലൂടെ ചേച്ചി വരുന്നതാണ്. അപ്പോൾ അതുവരെയ്ക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹൈഡ്രേറ്റഡ്. ദിസ് ഇസ് മീ ആർച്ചറി ഖരാദ് സൈനിങ് ഓഫ്. ബൈ.